അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇവിടെ നാം കാണുന്ന ചോദ്യം, ഒരു നാട്ടിൽ ഇനി കേരളത്തിൽ തന്നെ കരുതുക, മുസ്ലിമീങ്ങൾ തന്നെ പല സംഘടനകളുള്ളവർ, പക്ഷേ മാസപ്പിറവി വിഷയത്തിൽ ചിലർ സൗദിയെ അവലംബിക്കുന്നു, എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും കേരളത്തിലെ മാസപ്പിറവി അവലംബിക്കുന്നു. ഇങ്ങനെയൊരു വ്യതിരക്തത അവിടെയുള്ള മുസ്ലിം സമൂഹത്തിന് ഗുണകരമാവുമോ? ഒരിക്കലും ഗുണകരമല്ല. ഇങ്ങനെയുള്ള ഇഖ്തിലാഫുള്ള വിഷയങ്ങളിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരിക്കലും ഭിന്നിപ്പവും പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. അവരൊന്നിച്ച്, ഒരു നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുകയും ഒന്നിച്ച് നോമ്പെടുക്കുകയും ചെയ്യേണ്ടതാണ്. പണ്ഡിതന്മാര് പല തവണ ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ നമ്മുടെ കിബാറുൽ ഉലമാ, ഉന്നത പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്നത് സഹോദരന്മാരെ, സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സമിതി അംഗങ്ങളായ കിബാറുൽ ഉലമാഇന്റെ ഫതാവ സമാഹാരമാണ് ഫതാവ ലജ്നത്തി ദാഇമ ലിൽ ബുഹൂസിൽ ഇൽമിയ്യത്തി വൽ ഇഫ്താ. ഇതിന്റെ 10ാം വാള്യം സക്കാത്ത്, നോമ്പ് സംബന്ധമായ ഫത്വകൾ ഇവിടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ 101ാമത്തെ പേജിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ, അതായത് മാസപ്പിറവി വിഷയത്തിൽ ഒരു നാട്ടിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ടാകുമ്പോൾ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന ചോദ്യം വന്നപ്പോൾ കിബാറുൽ ഉലമാഇന്റെ ഫത്വ നോക്കൂ നിങ്ങൾ. ഫഇദ ഇഖ്തലഫു ഫീമാ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അഖദു ബിഹുക്മിൽ ഹാകിമി ഫീ ദൗലതിഹിം, അവരുടെ നാട്ടിലുള്ള ഭരണാധികാരിയുടെ വിധി പ്രകാരം അവർ മുന്നോട്ട് പോവുക. ഇൻ കാനൽ ഹാകിമു മുസ്ലിമൻ, അതായത് അവർ ജീവിക്കുന്ന നാട് ഇസ്ലാമിക രാജ്യമാണെങ്കിൽ, ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ മുസ്ലിം ഭരണാധികാരിയുടെ തീരുമാനപ്രകാരം അവർ സ്വീകരിച്ചുകൊണ്ട് ആ തീരുമാനം നടപ്പിലാക്കുക. ഇത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു പൊതു നിയമമാണ്, ഖാഇദയാണ്. എന്താണത്? അതായത് ഒരു മുസ്ലിം നാട്ടിൽ മുസ്ലിം ഭരണാധികാരി ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഖിലാഫുള്ള മസലകളിൽ ഒരു മുസ്ലിം ഭരണാധികാരി ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ തീരുമാനം സർക്കുലറായിട്ട് ആ നാട്ടിൽ എല്ലാവർക്കും അത് ബാധകമാണ്, എല്ലാവരും അത് അനുസരിക്കണം. ആ വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നതയെ അത് ഉയർത്തിക്കളയും, അതിനെ ഒഴിവാക്കി കളയും എന്നാണ് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്ന ഖാഇദ. അതായത് ഇന്ന ഹുക്മൽ ഹാകിമി യർഫഉൽ ഖിലാഫ്, ഖിലാഫ് പിന്നെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. കാരണം മുസ്ലിം ഹാക്കിമിന്റെ, ഭരണാധികാരിയുടെ തീരുമാനം വന്നു കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസത്തിന് ആ വിഷയത്തിൽ സ്ഥാനമില്ല. വയൽസമുൽ ഉമ്മത്തുൽ അമലു ബിഹി, അതായത് ആ നാട്ടിൽ ജീവിക്കുന്ന സമൂഹം നിർബന്ധമായിട്ടും ആ തീരുമാന പ്രകാരം അനുസരിച്ചുകൊണ്ട് നടപ്പിൽ വരുത്തേണ്ടതാണ്. വഇല്ലം യകുൻ മുസ്ലിമൻ, അതായത് അമുസ്ലിം രാജ്യത്തിൽ ജീവിക്കുന്ന ന്യൂനപക്ഷമായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തീരുമാനമാണ്, എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? അവിടെ പറയുന്നു അഖദു ബിഹുക്മി മജ്ലിസി അൽ മർകസിൽ ഇസ്ലാമി ഫി ബിലാദിഹിം, അവർ ജീവിക്കുന്ന നാടിന്റെ ഭരണകർത്താവ്, ഭരണാധികാരി അമുസ്ലിമാണെങ്കിൽ, മുസ്ലിം അല്ലെങ്കിൽ, ഇങ്ങനെയുള്ള മാസപ്പിറവിയുടെ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ആ നാട്ടിലുള്ള സംഘടനയുടെ, ഇസ്ലാമിക് സെന്ററിന്റെ തീരുമാനപ്രകാരമാണ് അവർ അനുസരിക്കേണ്ടത്, അവർ നടപ്പിലാക്കേണ്ടത്. അഖദു ബിഹുക്മി മജ്ലിസിൽ മർകസിൽ ഇസ്ലാമി ഫി ബിലാദിഹിം, അവരുടെ നാട്ടിലുള്ള ഇസ്ലാമിക് സെന്ററിന്റെ, ഇസ്ലാമിക സംഘടനയുടെ തീരുമാനപ്രകാരം അവർ സ്വീകരിക്കുക. മുഹാഫറത്തൻ അലൽ വഹ്ദതി ഫീ സൗമിഹിം റമദാന വസലാത്തിഹിം അൽ ഈദ ഫീ ബിലാദിഹിം. എന്തുകൊണ്ട്? അതായത് അവരുടെ നാട്ടിൽ നോമ്പ് നോക്കുന്ന വിഷയത്തിലും പെരുന്നാൾ ആഘോഷിക്കുന്ന വിഷയത്തിലുമുള്ള ഐക്യം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ഈ ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത് മുസ്ലിമീങ്ങൾ. അപ്പം അമുസ്ലിം നാടുകളിൽ ജീവിക്കുന്ന ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടാണ് നമ്മുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമുക്ക് നസീഹത്തോടു കൂടി ഉപദേശം നൽകിയിട്ടുള്ളത്. അപ്പൊ എന്താണ് നമ്മൾ ജീവിക്കുന്ന ഇപ്പം ഇന്ത്യ രാജ്യത്ത് മുസ്ലിം കൂട്ടായ്മ, ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം കൂട്ടായ്മ മാസപ്പിറവിയെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ ഈ വിഷയത്തിൽ സഹകരിച്ചുകൊണ്ട് ഒന്നിച്ച് നോമ്പെടുക്കുകയും ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുക. അപ്പൊ ഈ ഒരു വിഷയത്തിലുള്ള മുസ്ലിം ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മുടെ കിബാറുൽ ഉലമാ, പണ്ഡിതന്മാര്, ഉന്നതരായ പണ്ഡിതന്മാര് പ്രത്യേകം ഉണർത്തുകയും അത് ഫത്വകളിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതേ ഫതാവയിൽ തന്നെ 10ാം വാല്യം 109ാമത്തെ പേജിൽ വേറെ ചോദ്യം ചോദിക്കപ്പെടുന്നുണ്ട്. അതായത് മാസപ്പിറവിയുടെ വിഷയത്തിൽ അമേരിക്കയിൽ ജീവിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ്, അമേരിക്കയിലും കാനഡയിലും ജീവിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ്. അതായത് എല്ലാ റമദാൻ മാസം ആരംഭിക്കുമ്പോഴും നമുക്കിടയിൽ പ്രശ്നം ഉണ്ടാകാറുണ്ട്. പണ്ഡിതന്മാർ ചോദിക്കുകയാണ്, ഞങ്ങൾക്കിടയിൽ 3 കക്ഷികളായി സാധാരണ തിരിയാറുണ്ട്. മാസപ്പിറവിയുടെ വിഷയത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, പല അമുസ്ലിം നാടുകളിലും ജീവിക്കുന്ന ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കമാണിത്. അപ്പൊ ഈ വിഷയത്തിലേക്ക് കൃത്യമായ നിലപാട് നമ്മുടെ പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ 3 ഗ്രൂപ്പായിട്ട് സാധാരണ പിരിയാറുണ്ട്. 1ാം വിഭാഗം ഫിർഖത്തുൻ തസൂമു ബിതഹർരിൽ ഹിലാലി ഫിൽ ബൽദതി ലതി യസ്കൂന ഫീഹ, അവർ ജീവിക്കുന്ന ആ പ്രദേശത്ത് അവർ ഹിലാല് കണ്ട് ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ നോമ്പ് അനുഷ്ഠിക്കും. ഒരു വിഭാഗം അങ്ങനെയാണ്. 2ാം വിഭാഗം ഫിർഖത്തുൻ തസൂമു മഅ ബിദായത്തി സിയാം ഫി മംലക്കത്തിൽ അറബിയ്യ സഊദിയ്യ, 2ാം വിഭാഗം സൗദി അറേബ്യയിൽ എന്നാണോ റമദാൻ മാസം ഉറപ്പിക്കുന്നത്
ആരംഭിക്കുന്നത് സൗദി അറേബ്യയുടെ മാസപ്പിറവിയെ പരിഗണിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന രണ്ടാം വിഭാഗം. മൂന്നാം വിഭാഗം ഫിർഖത്തുൻ തസൂമു മാ ഇൻദ ഉസൂലി ഖബരിൻ മിൻ ഇത്തിഹാദി തലബത്തിൽ മുസ്ലിമീന ഫി അമേരിക്ക വകനഡ അല്ലദി യതഹറ അൽ-ഹിലാല ഫി അമാകിന മുതഅദ്ദിദ ഫി അമേരിക്ക. അതായത് അമേരിക്കയിലും കനഡയിലുമുള്ള മാസപ്പിറവി അവിടെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള മുസ്ലിം വിദ്യാർത്ഥികളുടെ യൂണിയൻ സംഘടന മാസപ്പിറവി ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരോടൊപ്പം ചേർന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന മൂന്നാം വിഭാഗം. ഈ മുസ്ലിം സംഘടന, മുസ്ലിം സ്റ്റുഡൻസിന്റെ വിദ്യാർത്ഥികളുടെ സംഘടന, അവർ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾക്ക് സർക്കുലർ അയക്കും. മറ്റുള്ള ഇസ്ലാമിക് സെന്ററുകളിലേക്ക് അവർ സർക്കുലർ അയക്കുകയും അങ്ങനെ അമേരിക്കയിലുള്ള മുസ്ലിമുകൾ എല്ലാവരും ഒരേ ദിവസം അവർ നോമ്പനുഷ്ഠിക്കുന്നു. ഇങ്ങനെ മൂന്ന് നിലപാടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങൾക്കിടയിൽ. പണ്ഡിതന്മാരോട് ചോദിക്കുകയാണ്. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി പറയുന്നുണ്ട്. സഹോദരന്മാരെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഇഖ്തിലാഫ് ഉണ്ടാകുമ്പോൾ ഇതൊരു കർമ്മശാസ്ത്ര വിഷയത്തിനപ്പുറം നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ കൃത്യമായ ഫത്വ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ 111 പേജിൽ ഈ വിഷയത്തിൽ ഇഖ്തിലാഫ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, അതായത് സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സഭ അഭിപ്രായപ്പെടുന്നു, അതായത് അമുസ്ലിം നാടുകളിലുള്ള മുസ്ലിം സംഘടന, അതായത് മുസ്ലിം വിദ്യാർത്ഥികളുടെ സംഘടന, കൂട്ടായ്മ, യൂണിയൻ ഇസ്ലാമിക ഗവൺമെന്റിന് പകരമായി തീരുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അവരുടെ തീരുമാനമാണ് പരിഗണിക്കേണ്ടത്. അവിടുന്ന് ഫത്വയിൽ പറയുന്നുണ്ട്, യഖൂമു മഖാമ ഹുകൂമത്തിൻ ഇസ്ലാമിയ്യ. അതായത് അമുസ്ലിം രാഷ്ട്രങ്ങളിലുള്ള ഇങ്ങനെയുള്ള സംഘടനകൾ അവര് ഇസ്ലാമിക ഗവൺമെന്റിന് പകരമായി തീരുന്നു ഫീ മസ്അലത്തി ഇസ്ബാത്തിൽ ഹിലാലി, മാസപ്പിറവി ഉറപ്പിക്കുന്ന വിഷയത്തിൽ, ബിന്നിസ്ബത്തി ലിമൻ യഈശു ഫീ തിൽക ദുവലി മിനൽ മുസ്ലിമീൻ, ഇങ്ങനെയുള്ള മുസ്ലിം നാടുകളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാസപ്പിറവിയുടെ വിഷയത്തിൽ അവര് ഇസ്ലാമിക സംഘടന എടുത്ത തീരുമാനം അനുസരിച്ച് അവർ മുന്നോട്ട് പോകേണ്ടതാണ്. വബിനാഅൻ അലാ മാ ജാഅ ഫിൽ ഫഖറത്തി الثانية من قرار مجلس الهيئة يكون لهذا الاتحاد حق اختيار أحد القولين. അതായത് ആദ്യം ചെയ്യേണ്ടത് അവിടെയുള്ള ഇസ്ലാമിക സംഘടന ഈ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുക ആദ്യം. അതായത് ഹിലാലിന്റെ വിഷയത്തിൽ, മാസപ്പിറവി വിഷയത്തിൽ രണ്ട് പ്രധാനപ്പെട്ട വീക്ഷണങ്ങളുണ്ടല്ലോ. ഒന്ന് ഇഖ്തിലാഫുൽ മതാലിഅ് പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ പ്രാദേശിക കാഴ്ചയാണ് വേണ്ടത് എന്ന അഭിപ്രായം സ്വീകരിക്കുക. ഇമ്മ ഇഅ്തിബാറു ഇഖ്തിലാഫിൽ മതാലിഇ വ ഇമ്മ അദമു ഇഅ്തിബാരി ദാലിക, അല്ലെങ്കിൽ ഏക കാഴ്ചയാണ് വേണ്ടത് എന്ന നിലപാട് സ്വീകരിക്കുക. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ثم يعمم ما رآه على المسلمين في الدولة التي هو فيها, എന്നിട്ട് ആ ഇസ്ലാമിക സംഘടന ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾക്ക് ഒരു സർക്കുലർ അറിയിപ്പായിട്ട് നൽകേണ്ടതാണ്. അലൈഹിം, അങ്ങനെ സർക്കുലർ വന്നു കഴിഞ്ഞാൽ, ഒരു പൊതു തീരുമാനം വന്നു കഴിഞ്ഞാൽ, അലൈഹിം, ആ മുസ്ലിമീങ്ങൾ, ആ നാട്ടിൽ ജീവിക്കുന്ന ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ, അൻ യൽതസിമു ബിമാ റആഹു വഅമ്മമഹു അലൈഹിം, ആ ഇസ്ലാമിക സംഘടന അവര് മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനം മുസ്ലിമീങ്ങളൊക്കെ സ്വീകരിക്കേണ്ടതാണ്, അതിനോട് സഹകരിക്കേണ്ടതാണ്. തൗഹീദൻ ലിൽ കലിമ, അതായത് മുസ്ലിമീങ്ങളെല്ലാവരും ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ ഐക്യപ്പെടുവാനും അവർക്കിടയിലുള്ള ഐക്യം പരിഗണിച്ചുകൊണ്ടും ഒന്നിച്ച് നോമ്പ് ആരംഭിക്കുവാനും, വലി ബദിഇ സിയാമി വഖുറൂജൻ മിനൽ ഖിലാഫി വലിത്തിറാബ്, അവർക്കിടയിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഭിന്നതയിൽ നിന്നും ഒഴിവാകുവാനും വേണ്ടി പ്രത്യേകം മുസ്ലിമീങ്ങൾ സഹകരിച്ചുകൊണ്ട് ആ ഇസ്ലാമിക സംഘടന തീരുമാനമെടുത്ത ആ തീരുമാനപ്രകാരം അവർ അതിനോട് സഹകരിച്ചുകൊണ്ട് നോമ്പും പെരുന്നാളും ഒക്കെ നടത്തേണ്ടതാണ് ഒന്നിച്ച് എന്ന് പണ്ഡിതന്മാർ ഫത്വയിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നു. സഹോദരന്മാരെ, ചില നമ്മുടെ സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതായത് അമുസ്ലിം നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ അവർ ഒന്നിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു പെരുന്നാളും നോമ്പും, ബഹുഭൂരിപക്ഷമുള്ള മറ്റു മുസ്ലിമീങ്ങൾക്കൊക്കെ വേറെ പെരുന്നാളും നോമ്പും, ഇത് ഭിന്നിപ്പാണ്, ഇതൊരിക്കലും ഒരു നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ, കിബാറുൽ ഉലമാ ഫത്വ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ മുമ്പ് വായിച്ചതാണെങ്കിലും ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരായ മുസ്ലിമീങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണം, മാസപ്പിറവിയുടെ വിഷയത്തിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് കൃത്യമായി നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് ഫത്വ നൽകിയിട്ടുണ്ട്. സമാഹത്തു ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹ്മഹുല്ലാഹ് ചോദിക്കപ്പെട്ടു. ആരാണ് ചോദിച്ചത്? അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ്, ഞങ്ങൾ എങ്ങനെയാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്, നോമ്പിന്റെ ആരംഭം എങ്ങനെയാണ് നാം കണക്കാക്കേണ്ടത്? ചില സഹോദരന്മാര്, നമ്മിൽപ്പെട്ട ചില സഹോദരന്മാര് സൗദി അറേബ്യയുടെ മാസപ്പിറവി അനുസരിച്ച് നോമ്പ് നോക്കുന്നു. മറ്റു ചിലര് ഇന്ത്യയിൽ ഉള്ള മുസ്ലിമീങ്ങൾ എടുത്ത തീരുമാനമനുസരിച്ച് അവർ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ, പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൂടെ നോമ്പ് അനുഷ്ഠിക്കുന്നു. എന്താണ് നാം ചെയ്യേണ്ടത്? ഇങ്ങനൊരു ചോദ്യം വന്നപ്പോൾ സമാഹത്തു ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വേറൊരു ഫതാവ സമാഹാരമാണല്ലോ ഫതാവ നൂറുൻ അല ദർബ്, അതിലെ 16ാമത്തെ വാള്യം കിതാബു സിയാം, നോമ്പിന്റെ അധ്യായത്തിലുള്ള ഫത്വകളാണ് ഈ ഒരു വാള്യം നാം കാണുന്നത്. ഇതിന്റെ 59ാമത്തെ പേജിൽ ഷെയ്ഖ് ഇബ്നു ബാസ് ഫത്വ നൽകുകയാണ്, അലൽ മുസ്ലിമീന ഫിൽ ഹിന്ദി വഫി ഗൈരിൽ ഹിന്ദി അൻ യജ്തഹിദു ഫി ദബ്ത് ദുഖൂൽ അശ്ശഹരി വഖുറൂജിഹി.
അതായത് ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളാകട്ടെ, ഇന്ത്യക്ക് പുറത്തുള്ള മുസ്ലിമീങ്ങളാകട്ടെ, അവരെല്ലാവരും മാസത്തിന്റെ ആരംഭവും അവസാനവും ഒക്കെ കൃത്യമായി അവർ പരിശോധിച്ച് തിട്ടപ്പെടുത്തേണ്ടതാണ്. ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു വിഭാഗം അവിടെ കൂട്ടത്തിൽ ഉണ്ടാവേണ്ടതാണ്. കൽ മജാലിസിൽ ഇസ്ലാമിയ, ഇസ്ലാമിക് കൗൺസിലുകൾ, സംഘടനകൾ, അവിൽ മഹാകിം ഇൻ കാന ഹുനാക മഹ്കമത്തുൻ ഇസ്ലാമിയ തുഅന ബിഹാദൽ അംരി, അല്ലെങ്കിൽ ആ നാട്ടിൽ ഇസ്ലാമിക കോടതി ഉണ്ടെങ്കിൽ, കോർട്ടുണ്ടെങ്കിൽ അങ്ങനെയും. وتأمر من يلتمس الهلال حتى يطبق الأحاديث الصحيحة عن رسول الله صلى الله عليه وسلم. മാത്രമല്ല ഹിലാൽ വീക്ഷിക്കുവാൻ വേണ്ടി അവർ ചില വ്യക്തികളെ കൽപ്പിച്ചുകൊണ്ട് നിർദ്ദേശം കൊടുക്കേണ്ടതാണ്. എന്തിന്? അതായത് സഹീഹായ ഹദീസുകൾ, സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതി, നിങ്ങൾ മാസപ്പിറവി വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പെടുക്കുക, നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക എന്ന് ഇങ്ങനെയുള്ള സഹീഹായ ഹദീസുകളൊക്കെ നടപ്പിൽ വരുത്തുവാൻ വേണ്ടി. എന്നിട്ട് ശൈഖ് ഇബ്നു ബാസ് റഹ്മഹുല്ലാഹ് പറഞ്ഞു, വഅലാ കുല്ലി ഫർദിൻ മിനൽ മുസ്ലിമീന അൻ യകൂനു മഅ ഇഖ്വാനിഹിം, അതായത് ഇന്ത്യയിലുള്ള ഇസ്ലാമിക സംഘടന മാസപ്പിറവിയുടെ വിഷയത്തിൽ എടുത്ത തീരുമാനമനുസരിച്ച് മുസ്ലിമീങ്ങളൊക്കെ അവരോടൊപ്പം അവരുടെ സഹോദരന്മാരുടെ കൂടെ തന്നെയാണ് ഉണ്ടാവേണ്ടത്. യസൂമൂന മഅ ഇഖ്വാനിഹിം, അവരുടെ സഹോദരന്മാരുടെ കൂടെ ഓരോ വ്യക്തിയും ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ കൂടെ നോമ്പ് എടുക്കുകയും, അതേപോലെ വയുഫ്തിറൂന മഅ ഇഖ്വാനിഹിം, അവരുടെ കൂടെ തന്നെ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യേണ്ടതാണ്. വലാ യൻഖസിമൂന വലാ യതഫറഖൂൻ, ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും ഭിന്നിക്കാനോ വിഘടിച്ചു പോകാനോ പാടില്ല. അൽ മശ്റൂഉ ലിൽ മുസ്ലിമീന ഫി അയ്യി ബലദിൻ, ഏത് രാഷ്ട്രത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും അൻ യസൂമു ജമീഅൻ വ അൻ യുഫ്തിറു ജമീഅ, അതായത് ഒന്നിച്ച് നോമ്പെടുക്കുക, ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുക. വ അൻ യതആമനു അലൽ ഖൈർ, അതായത് ഖൈറിന്റെ നന്മയുടെ വിഷയത്തിൽ അവർ പരസ്പരം സഹകരിക്കുക. അതല്ലാതെ സൂഫികൾക്ക് വേറെ നോമ്പും പെരുന്നാളും സലഫികൾക്ക് വേറെ നോമ്പും പെരുന്നാളും ഇങ്ങനെ നമ്മുടെ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നില്ല. ഈ ഒരു വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഇസ്ലാമിക സംഘടനകൾ, കൂട്ടായ്മകൾ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അവരോടൊപ്പം മുസ്ലിങ്ങൾ കൂടി സഹകരിച്ചുകൊണ്ട് ഒന്നിച്ച് നോമ്പെടുക്കുക, ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുക. ഇതാണ് നമ്മുടെ പണ്ഡിതന്മാർ നസീഹത്തോടു കൂടി ഫത്വ നൽകിയത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സൗദി അറേബ്യയുടെ കൂടെയാണോ നാം നോമ്പെടുക്കേണ്ടത്, സൗദി അറേബ്യയുടെ മാസപ്പിറവിയെ അവലംബിച്ചുകൊണ്ടാണ് നോമ്പെടുക്കേണ്ടത്, പെരുന്നാൾ ആഘോഷിക്കേണ്ടത് എന്ന വിഷയത്തിൽ ചോദ്യം വന്നപ്പോൾ പണ്ഡിതന്മാർ കൃത്യമായി ഫത്വ നൽകി. ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ സ്വീകരിച്ച നിലപാടെന്താണോ, അവർ ചെയ്തു പോരുന്ന രീതി എന്താണോ, ആ ഒരു രീതി പ്രകാരം അവർ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാസം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ നോമ്പനുഷ്ഠിക്കുക, പെരുന്നാൾ ആഘോഷിക്കുക എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ കൃത്യമായി ഫത്വ നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളുടെ ഐക്യവും അതേപോലെ തന്നെ ഒന്നിച്ച് നോമ്പെടുക്കുവാനും ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുവാനും ഒക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ വിഷയത്തിലുള്ള ഭിന്നിപ്പും അതേപോലെ തന്നെ പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ സഹോദരന്മാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന റസൂലിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.